Good afternoon, sir. Yes, good Good afternoon. afternoon, sir. Afternoon, Yes, sir. Good afternoon, sir. yes, good afternoon. Good afternoon, sir. Okay, Samira. Okay, Shifna. Good afternoon, sir. Okay, Dinisha, good afternoon. Okay, let us start. Okay, Krishnapriya, Vijay Kumara, good afternoon. Soumya Radish, good afternoon. Yes, Shabina, Ajmala, good afternoon. Jasina, good afternoon. Okay, let us start. Let us start. Yes, sir. Okay. Hanna, good afternoon. Okay. Yes. Nikhil. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ അസൈൻമെന്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മൾ എത്തിയത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിലേക്കാണ് നമ്മൾ എത്തിയത്. പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഇനി അടുത്ത് അതിന്റെ ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഐ ഹാവ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ നോക്കി. ഐ ഹാവ് ഓർമ്മയില്ലേ? അനുശാന്തി ഓർമ്മയില്ല? ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള ഒരു 5 ഐറ്റംസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ മുമ്പുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു കാര്യം കൂടി നോക്കാം. അന്ന് നമ്മൾ നോക്കിയത് ഐ ഹാവ് എനിക്കുണ്ട്, I have a car, I have a motorcycle, I have a fridge. അങ്ങനെ ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരംഭിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കില്ലാത്തൊരു സംഗതി ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു സംഗതി ഉണ്ടെങ്കിൽ ഐ ഹാവ് എന്ന് പറയുന്നു എങ്കിൽ നമുക്കില്ലായെങ്കിൽ നമ്മൾ അങ്ങനെ പറയും ഐ ഡോണ്ട് ഹാവ് എന്ന് പറയും. എന്ത് പറയും? ഐ ഡോണ്ട് ഹാവ്. യെസ്, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നീളമുള്ള മുടിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? I don't have long hair. I don't have big house. I don't have round face. I don't have oval face. അങ്ങനെ നമുക്കില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു 5 ഐറ്റംസ് നിങ്ങൾ നോക്കി നോക്കും. അതിന്റെ തൊട്ട് മുന്നിൽ ഡോണ്ട് ഹാവ് എന്ന് ചേർത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായി. ഐ ഹാവ് നമ്മൾ നോക്കിയതാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഐ ഡോണ്ട് ഹാവ് an ഐഫോൺ. എന്റെ കയ്യിൽ ഒരു ഐഫോൺ ഇല്ല. ഐ ഡോണ്ട് ഹാവ് സിബ്ലിങ്സ്. എനിക്ക് സഹോദരന്മാരോ സഹോദരിമാരോ ഇല്ല. ഐ ഡോണ്ട് ഹാവ് ബൈക്ക്. എന്നെ പറയുന്നു എന്നൊക്കെ എന്തില്ല? ബൈക്കില്ല. ഐ ഡോണ്ട് ഹാവ് ബൈക്ക്. ഐ ഹാവ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഐ ഡോണ്ട് ഹാവ്. ഇഷ പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ സിസ്റ്റർ. എനിക്ക് ആരില്ല, ഒരു സിസ്റ്റർ ഇല്ല. യെസ്. പിന്നെ അപ്പൊ നമുക്ക് ഒരു അർത്ഥത്തിൽ ഒരിക്കലും വരാല്ലേ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ വേണ്ടത് വെറൈറ്റി ആയിട്ടുള്ള ഒരു 5 ഐറ്റംസ് നിങ്ങൾക്ക് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് കറേജ്. അപ്പൊ നിഖിൽ പറയുമെങ്കിൽ എനിക്ക് ധൈര്യമില്ല. യെസ്. അപ്പൊ നിഖിലിന് നമ്മൾ എന്ത് കൊടുക്കണം? കുറച്ച് ധൈര്യം കൊടുക്കണം. യെസ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ധൈര്യം കൂടുതൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? നിഖില് സ്ത്രീകൾക്കാണല്ലേ? ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ജീവിതത്തെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോലെ അതാണ് ഇതാണ് പറയും. ഷേക്സ്പിയർ ജീവിതത്തെ കുറിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കെങ്കിലും അറിയാം? അദ്ദേഹത്തിന്റെ ഒരു നാടകത്തില് അദ്ദേഹം വാട്ട് ഈസ് ലൈഫ് എന്ന് പറയുന്നത്. യെസ്, എനിബഡി? യെസ്. അദ്ദേഹം പറയുന്നു ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്.
ഒരു വിഡ്ഢി പറഞ്ഞ കഥയാണ് ജീവിതം എന്നൊരു ശരി. നമുക്കറിയാം, ഒരു വിഡ്ഢിക്ക് ഒരിക്കലും നല്ലൊരു കഥ പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ജീവിതം പോകുന്നത് എന്നാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ഓക്കെ, ആ നാടകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ധൈര്യം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും ധൈര്യമുണ്ട്. രണ്ടുപേർക്കുള്ള ധൈര്യം രണ്ട് മോഡലാണ്. ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വരെയുള്ള സ്ത്രീകൾക്ക് ധൈര്യം. ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഡെസ്പ് ആവുന്നത് സ്ത്രീകളാണ്. പക്ഷേ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വഴി ധൈര്യം കാണിക്കാത്തത് പുരുഷന്മാരും, ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ധൈര്യം കാണിക്കുന്നത് പുരുഷന്മാരും. യെസ്, അപ്പൊ രണ്ട് മോഡലാണ് പറയുന്നത്. അത് ഷേക്സ്പിയറിന്റെ കണ്ടെത്തലാണ്. ഇത് പറയുന്നു, ഷേക്സ്പിയറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. യെസ്, അപ്പൊ ഇവിടെ നേരത്തെ ഓക്കെ അനുസാൻഡി ഇവിടെ നേരത്തെ അഖില പറഞ്ഞല്ലോ, ഐ ഹാവ് നോ കറേജ്, ഐ ഡോണ്ട് ഹാവ് കറേജ്, എനിക്ക് എന്തില്ല, ധൈര്യമില്ല. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു 5 ഐറ്റംസ് നിങ്ങൾ നോക്കി വെക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ടെൻസിലോട്ട് പോവാം. ഓക്കെ, അപ്പോ സീമ ചെറോ, സീമ പറയൂ. സീമ ഒരു ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 ഐറ്റം പറയും. സീമ നോക്കുമ്പോ എല്ലാം സീമയ്ക്ക് ഉണ്ട്. ഇനി ഐ ഡോണ്ട് ഹാവ് എന്ന് പറയാനില്ല. എങ്കിലും നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടെങ്കിലും സീമ പറയൂ ഒരു 5 ഐറ്റംസ് സീമയ്ക്ക് ഇല്ലാത്തത്. I don't have a camera. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എ ക്യാമറ, എന്റെ കയ്യിൽ ഒരു ക്യാമറ ഇല്ല. യെസ്, പിന്നെ I don't have a garden. ഐ ഡോണ്ട് ഹാവ് എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്, എന്റെ വീടിന് മുന്നിൽ ഒരു ഗാർഡൻ ഇല്ല. യെസ്. I don't have a brother. ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ. ഓക്കെ, വെറൈറ്റി പറയട്ടെ സീമ. ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ. രണ്ടെണ്ണം കൂടി പറയാം. 2 more. പറയൂ. അവിടെ നിന്നുകൊണ്ട് അങ്ങനെ നോക്കിയാൽ പോലെ ചുറ്റുപാടും ആ ഉള്ള സംഗതി ഇല്ലാന്ന് പറഞ്ഞാൽ പോലെ. I don't have a house. ഐ ഡോണ്ട് ഹാവ് ഓൺ ഹൗസ് എന്നല്ല, OW, സ്വന്തമായിട്ടൊരു വീടില്ല. ഓക്കെ, ഓൺ ഹൗസ്. ഐ ഡോണ്ട് ഹാവ് ഓൺ ഹൗസ്, സ്വന്തമായ വീടില്ല. വീടുണ്ട് പക്ഷെ സ്വന്തമായിട്ടുള്ള വീടില്ല. ഓക്കെ, I don't have a car. ഐ ഡോണ്ട് ഹാവ് എ കാർ. വെരി ഗുഡ്, വെരി ഗുഡ് സീമ. ഐശ്വര്യമായിട്ട് സീമ തുടങ്ങി വെച്ചിട്ടുണ്ട് 5 ഐറ്റംസ് സീമയ്ക്ക് ഇല്ലാത്തത്. അനു ശാന്തി ഒരു വെറൈറ്റി മോഡലൊക്കെ ഞങ്ങൾ അനുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. യെസ്, ജീവിതസ്പർശിയായ ഹൃദയസ്പർശിയായ ഐ ഡോണ്ട് ഹാവ്. അനു പറഞ്ഞോളൂ. ഹന്ന പറയുന്നു ഐ ഡോണ്ട് ഹാവ് മണി. പേടിക്കേണ്ട ഹന്ന, പണം വരും, ഭൂമിക്ക് കൂടും. യെസ്, പറഞ്ഞോളൂ അനു. I don't have a job. ഐ ഡോണ്ട് ഹാവ് എ ജോബ്, എനിക്കൊരു ജോലിയില്ല. അത് വരും മനു, പേടിക്കേണ്ട. I don't have a car. ഐ ഡോണ്ട് ഹാവ് എ കാർ, അതും വരും. ഡോണ്ട് വരും. I don't have a curly hair. ഐ ഡോണ്ട്, അപ്പൊ അതായത് ഇഷ്ടമല്ലേ. ഐ ഡോണ്ട് ഹാവ് കേർലി ഹെയർ. ഓ, അജ്മല പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ ബോയ് ഫ്രണ്ട്. യെസ്. I don't have a mother-in-law. ഐ ഡോണ്ട് ഹാവ് എ മദർ ഇൻ ലോ. യെസ്. That's all. അപ്പൊ 5 നമ്മളെ പറഞ്ഞതെങ്കിലും അനുസ് ടോൾഡ് 4 ഐറ്റംസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അനു. ഷാബിന പറയൂ. ഐ ഡോണ്ട് ഹാവ് വാട്ട്? I don't have mobile phone. I don't have a mobile phone. Yes. I don't have pet. I don't have any pets. Okay. Pets. I don't have any storybook. I don't have. Oh, this one variety. I don't have any storybook. Yes. I don't have a model dress.
I don't have modern dress. Okay, അതൊന്നും ഒരു വെറൈറ്റി ആണ്. Yes. I don't have grandparents. I don't have grandparents. Okay, Shabina. Yes, That's all, sir. yeah, well, that is all. Very good. Okay, yes. Lakshmi. Sir, പറഞ്ഞോളൂ Lakshmi. I don't have friend. I don't have a friend. Yes. I don't have makeup set. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഐ ഹാവ് ഫ്രണ്ട് എന്നുള്ള ഐ ഡോണ്ട് ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് എന്നാക്കാം. I don't have makeup set. Okay, I don't have headset. I don't have pet. I don't have pet. I don't have good listener. I don't have a good listener. Yes, ഇത്രയും പേര് ഇവിടെ ഇല്ല, ഇവരൊക്കെ ശ്രദ്ധിക്കില്ലേ? Yes. I don't have baby. നമ്മളിവിടെ 30 പേരുണ്ട്. അതിൽ ഒരാളെ ലക്ഷ്മിയുടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 29 പേരും we are the good listeners to you. Yes. അത് ലക്ഷ്മി പറഞ്ഞൊരു പോയിന്റ് ആണ്. ഈ മാറിയ തിരക്ക് പിടിച്ച ലോകത്തില് കേൾക്കാൻ ആരുമില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ ആരുടെയും പറയും. യെസ്, പറയാനൊരു ആൾ വേണ്ടേ, പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാൾ വേണ്ടേ. അത് കറക്റ്റ് ആണ് പറഞ്ഞത്. യു ടോൾഡ് എ ഗ്രേറ്റ് പോയിന്റ്. ലക്ഷ്മി, ഐ ഡോണ്ട് ഹാവ് എനി ലിസണർ. ഓക്കെ, അടുത്തത്. I don't have baby girl. ഐ ഡോണ്ട് ഹാവ് ബേബി ഗേൾ. That's all, sir. ഓക്കെ രണ്ടും നല്ല വെറൈറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടിൻഡോ. ടിൻഡോ തോമസ്. Yes, sir. പറഞ്ഞോളൂ ടിൻഡോ. ടിൻഡോന് ഇല്ല എന്ന് തോന്നുന്ന ഒരു 5 ഐറ്റംസിന്റെ പേര് പറഞ്ഞു. I don't have a travel experience. I don't have a travel experience. Okay. I don't have an expensive watch. I don't have expensive watches. Okay. Yes. I don't have a sports car. I don't have a sports car. Okay. Very good. Okay. 2 more items. Okay. I don't have a big mansion. Okay. 1 more. I don't have a reading habit. I don't have. Okay. Variety. I don't have reading habit. Very good. Very good. എല്ലാം പറഞ്ഞെല്ലാം That's awesome. രസകരമായിട്ട്. Very good. ദർശന ആക്കിയേ. ദർശന. യെസ്, ദർശന അല്പസമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിക്കാം. ഫാത്തിമ. യെസ്, ഫാത്തിമയും അല്പസമയത്തിനുള്ളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശൃംഗ. Hello, sir. പറഞ്ഞോളൂ ശൃംഗ. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞോളൂ. I don't have long hair. I don't have long hair. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താണത്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് I don't have enough money to make a house. ഓക്കെ. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. I don't have enough money to build a house. പണമുണ്ടെങ്കിൽ ഇനഫ് മണി, ധാരാളം പണമില്ല. I don't have your phone number. Yes. Okay, Darshana. Okay, I don't have a reason to lie. What's for Sunga? I don't have Yes. a reason to lie. Yes, I don't have a reason to lie. ആരും പറയാത്തതുണ്ട്. നുണ പറയാൻ എനിക്കൊരു കാരണമില്ല. Yes. I don't have the confidence to speak in English. Who told you that? You have that confidence. ഇത്രയും പറയുന്നില്ലേ? ഇതുപോലും കോൺഫിഡൻസ് ഇല്ലാത്ത എത്ര പേരുണ്ട്? Yes, and you have the confidence. Don't worry. Okay. അപ്പൊ എന്നാലും ഒരു സെന്റൻസിന് വേണ്ടി പറയുന്നത് I don't have confidence to speak in English. Okay, Sridhar. I don't have a passport. I don't have a Passport. Yes. Very good, Sridhar. Very good. Jasina. Yes, sir. പറഞ്ഞോളൂ ജസീന.
I don't have a complete knowledge about the world. I don't have a complete knowledge about it. Okay, correct. I don't have a brother. I don't have a brother. I don't have a bad habit. Sound പോകുന്നത് പോളിയം കൂട്ടി പറഞ്ഞോളൂ. I Next. don't have a bad habit. Yes. I don't have my own decisions. Yes. I don't have a laptop. I don't have a laptop. Don't worry. എല്ലാം വരും ജസീന. Don't worry. Don't worry. Yes. I don't Shifana. have a good friend. പറഞ്ഞോളൂ. I don't have a good friend. I don't have a good friend. അല്ല, ജസീനക്ക് നല്ലൊരു സുഹൃത്തില്ല. നിങ്ങളിൽ ആർക്കാണ് ജസീനയുടെ നല്ലൊരു സുഹൃത്താകാൻ പറ്റുക? I don't have enough storage in my phone. Okay, Srinja, അത് കൊള്ളാം. I don't have enough storage in my phone. Very good, very good. Yes, Shifana. Shifana Nahas. Sir, പറഞ്ഞോളൂ ഷിഫാന. I don't have. I don't have big house. I don't have big house. Okay, അതൊക്കെ വരും ഷഹാന. Don't worry. Have a watch. I don't have a watch. ഇപ്പോഴത്തെ കാലത്ത് ആരും എന്ത് ചെയ്യാറില്ല, വാച്ച് ഉപയോഗിക്കില്ലേ. നിങ്ങൾക്ക് പറയുന്നത് I don't have a quiet place to study. Okay, next ഷിഫാന. I don't have a dog. Okay, I don't have money. I don't have enough money. മണി ഒക്കെ ഉണ്ട്, enough money. Okay. Okay. One more. I don't have car. I don't have car. Yes, ഷബിയ പറയുന്നു I don't have WhatsApp group. Okay, very good. Okay, ഷിഫാന പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. Don't worry, ഇതെല്ലാം വരും. Yes, okay, don't worry. സൗമ്യ. Hello. Hello. Yes, പറഞ്ഞോളൂ സൗമ്യ. I don't have പറഞ്ഞോളൂ. I don't have a washing machine. I don't have a washing machine. Okay. I don't have a beautiful house. I don't have a beautiful house. Okay. I don't have a business. Okay. I don't have a sister. I don't have a sister. Okay. I don't have a oven. I don't have an oven. അതാരും പറയാത്തതല്ല. Yes. Okay. I don't have a bicycle. I don't have a bicycle. I don't have a makeup set. Yes. Okay. That's all, sir. That's it. Okay. 5 എന്ന് പറഞ്ഞിട്ട് അതിന് മുകളിൽ ഉണ്ടായിരുന്നു സൗമ്യ പറഞ്ഞത്. Okay. So very good, സൗമ്യ. Yes. ഇഷ വിജയകുമാർ. Okay. പറഞ്ഞോളൂ ഇഷ. I don't have a computer. കുറച്ചുകൂടി വോളിയം കൂട്ടി പറയൂ. I don't have a computer. I don't have a computer. Correct. I don't have shoes. Yes. I don't have complete my project. Yes. I don't have patience. I don't have patience. Okay. I don't have any memories of my childhood. Yes. Okay. അതിനകത്ത് കാര്യം I don't have patience. Patience എന്നൊരു വേർഡിൽ ക്ഷമ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ക്ഷമയില്ലെന്നാണ് പറയുന്നത്. Yes. Okay. നിഖിൽ, very good. നിത. Yes. ശൃംഗ. I don't have micro oven. ശൃംഗ പറയുന്നു. നിത വരുന്നത് വിചാരിക്കുക. ഷഫന. ഇതൊരു സിമ്പിൾ ബുദ്ധിമുട്ടുള്ള കേസ് ഒന്നുമല്ലല്ലോ. I don't have അഞ്ചു വാചകം പറയാണ്ട്. അച്ചുമല. Hello. Yes. Ajumala. I'm not Ajumala. I'm Meher. Okay. Mehrunisa പറഞ്ഞോളൂ. I don't have strength to fight with my husband. Yes, I don't have. Yes. Okay. I don't have patience while teaching my kid. I don't have patience while teaching. പക്ഷേ നമ്മുടെ കുട്ടികളെ അല്ലാതെ വേറെ കുട്ടികൾ പഠിച്ചത് നല്ല ക്ഷമയായിരിക്കും.
Yes. Okay. Yes, Okay. yes, Okay. Very that's good. Very good. correct. That's correct. Okay. 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 I Yes. don't have enough time to study. I don't have enough time to study. Okay. I don't have time to prepare variety food for my daughter. Oh, very good. Find the time. Very good. Very good. Okay. I don't have enough time to prepare food. Next. I don't have thyroid glands. Yes. I don't have strength for long trip. Yes. I don't have guts to drive the car on the road. Yes. Alone. Very good. Very good. Okay. You don't have the courage. Next. Courage. Okay. I'm Very good. Very trying, good. but that's not possible. I don't know why. Okay. Okay. ഇപ്പൊ ഈ That's all. പറയാൻ വേണ്ടി ഉപയോഗിച്ച ആ ട്യൂൺ ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കറക്റ്റ് ആണ്. ഓക്കെ കേട്ടോ. ഇതിനു മുമ്പ് That's fine. പറയുമ്പോഴൊക്കെ ഒരു വൈബ്രേഷനും അല്ലെങ്കിൽ ഒരു എക്കോ വരുന്നത്. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ. ഈവൻ ഓരോ സിലബിളും നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. ഹൈറുന്നിസ മെഹറുന്നിസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഓക്കെ. നിഖിൽ തലച്ചൻ സാർ പറയൂ. പറയൂ നിഖിലെ. നിഖിൽ ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ട് ഒരു 5 വാചകം പറഞ്ഞ. ഐ ഡോണ്ട് ഹാവ് എ ഗേൾ ഫ്രണ്ട്. യെസ്. അവിടെ ഒരാൾ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് എ ബോയ് ഫ്രണ്ട്. ഇപ്പൊ ഒരാൾ വന്നു ഐ ഡോണ്ട് ഹാവ് എ ഗേൾ ഫ്രണ്ട്. ഓക്കെ. കറക്റ്റ് സെന്റൻസ്. ഓക്കെ. 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 ഒബ്വിയസ്ലി ഐ ഡോണ്ട് ഹാവ് എ കാർ. ഐ ഡോണ്ട് ഹാവ് എ കാർ. വരും നിഖിലെ. ഡോണ്ട് വരി. ഐ ഡോണ്ട് ഹാവ് കറേജ്. യു ഡോണ്ട് ഹാവ് എ കറേജ്. ഐ ഡോണ്ട് ഹാവ് എ വിൽ പവർ. യു ഡോണ്ട് ഹാവ് എ വിൽ പവർ. അതൊക്കെ വരും. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ആവും. ഡോണ്ട് വരി. യെസ്. ഐ ഡോണ്ട് ഹാവ് ഫിയർ. യെസ്. ഐ ഡോണ്ട് ഹാവ് ഫിയർ. അത് ഇല്ലെങ്കിൽ അത് ആ അവസ്ഥയാണെങ്കിൽ കറക്റ്റ് ധാരണയുണ്ടാവും. അതെ, എല്ലാവരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒന്നിൽ നിന്നും മാറി നിൽക്കുക. മാറി നിൽക്കുന്നത് നമ്മളിലേക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് ഒതുങ്ങിപ്പോകും. ഒന്നിൽ നിന്നും മാറി നിൽക്കരുത്. ഓക്കെ. ഞാൻ അതിനകത്തുണ്ട്. ആ ഒരു പരിപാടിയാണ് ഞാൻ നിൽക്കാം. അങ്ങനെ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒതുങ്ങിപ്പോകും. നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സംഗതി ഇങ്ങനെ വന്ന് എഫക്റ്റീവ് ആകും. നമ്മൾ അറിയുന്നില്ല. അപ്പൊ അത് ഒതുങ്ങിപ്പോകരുത് നമ്മൾ. യെസ്. നമ്മളിങ്ങനെ സ്പ്രെഡ് ആയിട്ട് നിൽക്കണം. അപ്പൊ എല്ലാത്തിനും നമ്മളിങ്ങനെ, അപ്പൊ നമ്മുടെ മനസ്സ് ലൈവ് ആവും, നമ്മുടെ ചിന്തകൾ ലൈവ് ആവും, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാവും, അങ്ങനെയൊക്കെ. ഓക്കെ. അന്ന 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 വരുമെന്ന് വിചാരിക്കാം. ഫാത്തിമ. യെസ്. ദീപ പി. Sir. ഓക്കെ. ഓക്കെ. അന്ന ടൈപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ. ദീപ ഞാൻ വരാം. അന്ന ടൈപ്പ് ചെയ്തോളൂ. അന്ന ഓഫീസിലാണ്. അപ്പൊ അതുകൊണ്ട് ഫോൺ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. 5 ഐറ്റംസ് പറഞ്ഞോളൂ തന്നെ. യെസ്. അതാണ് അന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. വെരി ഗുഡ്. വെരി ഗുഡ്. യെസ്. അന്നെ ടൈപ്പ് ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് വായിച്ചോളാം. ഓക്കെ. യെസ്. അപ്പൊ ദീപ പറഞ്ഞോളൂ. Sir. യെസ്. I don't have sisters. I don't I have don't have. sisters. I don't have a school friends. I don't have a good friends. Yes. I don't have eat fast food. I don't have a passport. Okay. അത് ആരും പറയാത്ത സംഗതിയല്ല. Yes. I don't have like to speak strangers. Yes. I don't have dreams in future. Yes. That's also. എന്താ പറയുന്നു? I don't have a proper diet plan. Yes. Okay. Deepa, very good, very good, very good, very good. Okay. Anju Binu. Anju Binu. Yes. Jubi Naju. Yes, sir. Yes, പറഞ്ഞോളൂ. Jubi ഇത്ര വോളിയം കൂട്ടിക്കോളൂ. Yes. I don't have enough time to spend with my kids.
ജൂബി ഓളിയെ കൂട്ടു, ശബ്ദം ഒട്ടുമില്ലല്ലോ. യെസ്, ഐ ഡോണ്ട് ഹാവ് എ ഫാമിലി ഡോക്ടർ. ഓക്കെ ഷഫ്ന. ജൂബി പറഞ്ഞോളൂ, ഇതിന് ഓളിച്ച് പറഞ്ഞോളൂ. അല്ല പറയുന്നു ഐ ഡോണ്ട് ഹാവ് ഹൈറ്റ്. യെസ്. I don't have enough time to spend with my kids. അജ്മല പറയുന്നു ഐ ഡോണ്ട് ഹാവ് എ പ്ലോട്ട്. യെസ്. ജൂബി സൗണ്ട് ഒന്ന് കൂട്ടിയതിനു ശേഷം വരിക കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഡിഗിന Sir, പറഞ്ഞോളൂ. ആ സൗണ്ട് ഉണ്ട്, പറഞ്ഞോളൂ. I don't have a brother. I don't have a brother. Okay. I don't have a good house. I don't have a good house. Varun Digina, don't worry. Yes, I will make sure. Yes. I don't have a long hair. I don't have a long hair. Yes, I have a little hair is there. Yes. I don't have enough patience. I don't have enough patience. I don't have ആൾക്കാരും പറഞ്ഞു. യുപി അതൊന്ന് വ്യക്തമാക്കി. I don't have enough patience. യുപി പറയുന്നു I don't have time to spend with my kids. Okay, Digina, continue. Okay. I don't have a watching TV habit. I don't have watching TV. Yes. The habit of watching TV. Yes. No. I don't. എന്താണ്? എന്ത് വേണമെങ്കിലും പറയാം. Okay. I don't have a reading habit. Yes, very good, very good. I don't have reading habit. Jubi പറയുന്നു I don't have supportive crew. Okay. I don't have interest in studying Hindi language. I don't have time to waste. Okay, sure. Very good, very good. Digina. Very good, very good. I don't have a traveling. More traveling. I don't Yes. have. Okay, I don't have more traveling. I don't like that one. More traveling. Yes. Okay. Digina, that is what. Very good, very good, very Okay, good. thank you. Okay. Denisha. സാധാരണ ഡിനീഷയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പറഞ്ഞോളൂ ഡിനീഷ. Hi, sir. Yes, hi. I don't have an aeroplane in my carport. I don't have an aeroplane in my carport. Very good. Yes. I don't have six-pack. Yes. I don't have a basket full of chocolate in my house. Very good. Yes. I don't have driving license. Oh, I don't have a driving license. Next. I don't One more. have a horse to ride. Okay. I don't have a horse to ride. എല്ലാം ദിനീഷ വളരെ ഇമാജിനറി ആയിട്ടുള്ള ആ ഒരു അവസരങ്ങളാണ് പറഞ്ഞത്. ജൂബി പറയുന്നു I don't have practice in that job. Okay, Jubi. Yes. Okay. Yes, ദിനീഷ. ഇനി രേഖ. യെസ്, ഇനി ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞതാണ് ഐ ഡോണ്ട് ഹാവ്. എന്നാലും പോരെ, ഞാനും ഒരു അച്ഛൻ്റെ കൂടി പറയാം എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല. ഐ ഡോണ്ട് ഹാവ് വെച്ച് പറയാൻ ഒരു അച്ഛൻ്റെ കൂടി ഞാൻ പറയട്ടെ, താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഐ ഡോണ്ട് ഹാവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഐ ഹാവ് നമ്മൾ പറഞ്ഞു, ഐ ഡോണ്ട് ഹാവിനെ കുറിച്ച്. ഐ ഹാവ് എനിക്കുണ്ട്, ഐ ഡോണ്ട് ഹാവ് എനിക്ക്. പിന്നെ ഇത് നമുക്ക് ഐ ഹാവ് നോ എന്ന് വെച്ച് പറയട്ടോ. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ്. ഐ ഡോണ്ട് ഹാവ് ഇൻട്രസ്റ്റ് ഉള്ളതിന് പകരം ഐ ഡോണ്ട് ഹാവ് ഇൻട്രസ്റ്റ്, ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് എന്ന് നമുക്കിത് പറയാം. യെസ്, അപ്പൊ ഹാവ് പറഞ്ഞു, ഡോണ്ട് ഹാവ് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയിരുന്ന ആ ടെൻസിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ പറയാനുണ്ടായിരുന്നു. അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തിലോട്ട് പോവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. ആ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ കൂടെ ing ചേർക്കുന്നു. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ്
ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞത്. ആ പ്രസന്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചേർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞ ചോദ്യമായി. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എവിടെയെങ്കിലും നമ്മൾ കയറിച്ചിടുമ്പോൾ ഒരാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് കാണാം, നമുക്കത് അറിയാം ചായ കുടിക്കുകയാണ്. എന്നാലും വെറുതെ ചോദിക്കും, എന്ത് ചോദിക്കും? ചായ കുടിക്കുകയാണല്ലേ? യെസ്, അത് മലയാളിയുടെ പ്രത്യേകതയാണ്. യെസ്, കറക്റ്റ് അല്ലേ അത്? പഠിക്കുകയാണല്ലേ, വായിക്കുകയാണല്ലേ, ഇതെല്ലാം നമുക്കറിയാം, ഇതൊക്കെ കറക്റ്റ് ആണ്. എന്നാലും ഒരു സംഭാഷണം തുടങ്ങിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് കയറിപ്പിടിക്കും. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു, എന്നാലും നമ്മൾ പറയും മഴയാണല്ലേ. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, അപ്പൊ അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ചായ കുടിക്കാറുണ്ടോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്, ചായ കുടിക്കുകയാണല്ലേ, ചായ കുടിക്കുകയാകുന്നു എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചായ കുടിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു ഡ്രിങ്ക് ടീ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് ഹാബിറ്റ് ആണ്, പതിവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇദ്ദേഹത്തിന് ചായ കുടിക്കുന്ന സ്വഭാവം പതിവായിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഇപ്പൊ അദ്ദേഹം ചായ കുടിക്കുക. അപ്പൊ ആർ യു ഡ്രിങ്കിങ് ടീ? ചായ കുടിക്കുകയിരിക്കല്ലേ. വേണമെങ്കിൽ എന്റെ കൂടെ ടാഗും കൂടി ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആർ യു ഡ്രിങ്കിങ് ടീ? ചായ കുടിക്കണല്ലേ. യെസ്. ആർ യു യൂസിങ് മൊബൈൽ? മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആർ യു യൂസിങ് മൊബൈൽ? യെസ്. അപ്പൊ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആദ്യം പറഞ്ഞിരിക്കുമ്പോൾ ആ ചോദ്യമായിട്ട് പറയും. ഈസ് ഷീ ടീച്ചിങ്? അവൾ പഠിപ്പിക്കുകയാകുന്നു. ഈസ് ഹി സ്റ്റഡിയിങ്? അവൻ പഠിക്കുകയാകുന്നു. യാകുന്നോ ക്വസ്റ്റ്യൻ മാർക്കാണ്. ആർ യു ലിസണിങ് ടു മീ? നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാകുന്നു. അവിടെയാണ് എന്ത് വരുന്നത്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആദ്യം വരുമ്പോൾ ചോദ്യമായിട്ട് മാറും. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന വാചകം നിങ്ങൾ പറഞ്ഞോളൂ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആദ്യം വരുന്ന രീതിയിലുള്ള ചോദ്യമാകുന്ന 2-3 വാചകങ്ങൾ പറഞ്ഞു. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആദ്യം വരുന്ന രീതിയിൽ ആർ യു ലിസണിങ്? ആർ യു ടീച്ചിങ്? ആർ യു അറ്റൻഡിങ് ദ പ്രോഗ്രാം? ആർ യു റെഡി? ഓക്കെ ഓക്കെ ഓക്കെ, അത് സംഗതി കറക്റ്റ് ആണ് ഷിഫാന. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഐഎൻജിയിലെന്ന് മാത്രമേ ഉള്ളൂ. ആർ യു ഗെറ്റിംഗ് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വേറെ നമ്മൾ ഈ പറഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസിനോട് വരും. ഐഎൻജി പറഞ്ഞിട്ടില്ല. ആർ യു റെഡി കറക്റ്റ് ആണ്, തെറ്റൊന്നുമല്ല. യെസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആർ യു ഗെറ്റിംഗ് റെഡി? നിങ്ങൾ റെഡി ആവുകയാകുന്നു. യെസ്. നമുക്ക് അടുത്ത ഡ്രസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം ആർ യു ഗെറ്റിംഗ് റെഡി? യെസ്. ഓക്കെ, ഒരാൾ പറഞ്ഞു, ഇനി ആർക്കെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ലാതെ പറയൂ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യൂ. ആർ യു ആർ യു ഈറ്റിംഗ് ഫുഡ്? ഓക്കെ ഷിഫാന, കറക്റ്റ് ആണ്. ആർ യു ഗോയിങ് ടു ഔട്ട്സൈഡ്? ഓക്കെ ഹന്ന, യെസ്. യെസ്. ആർ യു സിംഗിങ് സോങ്? ഓക്കെ ഓക്കെ ഷിഫാന, ഒരു ഈസ് വെച്ച് പറ. ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ്? ഓക്കെ കറക്റ്റ് ആണ്. ആർ യു ഗോയിങ് ടു മാർക്കറ്റ്? ആർ യു വാച്ചിങ് ടിവി? എല്ലാം ആറായി പോകുന്നു. ഒരു ഈസ് വെച്ച് പറഞ്ഞേ. ഈസ് ഇറ്റ് റൈനിങ്? ഓക്കെ ജസീന, വെരി ഗുഡ് വെരി ഗുഡ്. ഈസ് ഇറ്റ് റൈനിങ്? മഴ പെയ്യുകയാകുന്നു. വെരി ഗുഡ്. യെസ്, ഈസ് ഇറ്റ് റൈനിങ്? ഈസ് ഷീ കുക്കിംഗ്? ഓക്കെ ഫാത്തിമ, അതെന്റെ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടേ കേട്ടോ. ഈസ് ഷീ കുക്കിംഗ്? കറക്റ്റ് ആണ്. ഈസ് ഷീ കുക്കിംഗ്? ഈസ് ഇറ്റ് ട്രൂ? ഓക്കെ കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ഈസ് ഇറ്റ് കറക്റ്റ്? അത് കറക്റ്റ് ആണ്. ഈസ് ഇറ്റ് കറക്റ്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. യെസ് യെസ്. ഈസ് ഷീ നമുക്ക് അത് ഡ്രിങ്കിങ് ആയിക്കോട്ടെ നിഖില. ഈസ് ഇറ്റ് പോസിബിൾ? ഈസ് ഇറ്റ് പോസിബിൾ ടു ഡു? ഓക്കെ ജസീന, കറക്റ്റ് ആണ്. ഓക്കെ നിഖിൽ ഈസ് ഇറ്റ് ഡ്രിങ്കിങ്? അയ്യഞ്ചൂടി ചേർത്തോളൂ. യെസ്. പിന്നെ നമുക്കത് ഉപയോഗിക്കാം. അത് എവിടെ വരുമെന്ന് വെച്ചാൽ പാസീവ് വോയിസ് വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് ടെൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. ഈസ് ഇറ്റ് വർക്കിംഗ് യുവർ മൊബൈൽ ഫോൺ?
അപ്പൊ നമുക്ക് ഈസ് യുവർ മൊബൈൽ ഫോൺ വർക്കിംഗ് നമുക്ക് കുറച്ചുകൂടി ലളിതവൽക്കരിക്കാം. യെസ്, ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് അവസാനിപ്പിക്കുകയാണ്. ആം ഐ റൈറ്റ്? ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. ആമിൻ എന്ന് പറയുന്നത് ആം ഐ റൈറ്റ് കറക്റ്റ് ആണ്. യെസ്. യെസ്. അപ്പൊ പിടികിട്ടിക്കാട്ടുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം സീമ ഇവിടെ ഉണ്ടല്ലോ. സീമ പോയാ? നമ്മുടെ സ്കോർ ബോർഡ് ഓപ്പൺ സൂക്ഷിക്കുന്ന ഒരാളുണ്ടായല്ലോ. സീമ ഈസ് നോട്ട് ഹിയർ. യെസ്. യെസ്. അപ്പോ ഇത് നമ്മൾ കുറച്ചു ഇഡിയംസ്, ഫ്രേസസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചത്. കുറച്ച് പേരൊക്കെ ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇതിന് മാർക്കൊന്നും രേഖപ്പെടുത്തുന്നില്ല. വെരി സിമ്പിൾ ആണ്, ഇതൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എനിക്ക് തോന്നുന്നു പേഷ്യൻസ് മേക്സ് ഡാഷ്. അത് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പേഷ്യൻസ് മേക്സ് പെർഫെക്റ്റ്. Patience makes the patience and the practice makes the man perfect. Not the patience, practice. That's what we last time. Yes. Adutha or fill in the blanks ana. Don't count your chickens before dash. Don't count your chickens before dash. Don't count your chickens before dash. Wait a minute. Lashmi, Nigil, eating and letting it. Lashmi correct answer, Sringa correct, Shifana correct, Fatima correct, Shabina correct, Ajumana correct. Okay, 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 okay. അതായത് വിരിയുന്നതിന് മുമ്പേ നമ്മൾ എണ്ണരുത്. മുട്ട വിരിയാൻ വേണ്ടി വെച്ചിട്ട് അത് വിരിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ നമ്മൾ എണ്ണി തുടങ്ങരുത്. ഇത് വിരിഞ്ഞു, ഇതിന്റെ കുട്ടികളുണ്ടായി, അതെല്ലാം മുട്ടയിട്ടു, അതിന്റെ മുട്ട വീണ്ടും വെച്ചു, അത് വിരിഞ്ഞു, വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി, അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. വിരിയുന്നതിന് മുമ്പ് എണ്ണി തുടങ്ങരുത്. അമിതമായിട്ട് നമുക്ക് ചിന്തിക്കരുത്. യെസ്. അടുത്തതൊരു വിഷയം എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. അത് ഒന്ന് ഫില്ല് ചെയ്യാം. സെൻറ്റൻസ് ഇതാണ്. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഡാഷ്. Absence makes the heart grow. G-R-O-W, grow dash. Oh, okay, Fatima, correct. Nikhil, correct. Shifana, correct. Correct answer. Very good, very good, very good. Ajmela, correct. Yes. Okay, okay, okay. Correct. Fond of എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ്. ഫോണ്ട് ഓഫ്. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ലൈറ്റ്, അതിന്റെ ഒരു ഫ്രേസ് ആണ് ഫോണ്ട് ഓഫ്. അപ്പൊ ഇവിടെ നോക്കിയേ, ചില ആളുകളെ നമ്മൾ കാണാതെ ആകുമ്പോഴാണ്, സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ, അപ്പൊ നമുക്കൊരു വില ഉണ്ടാവില്ല. അവര് നമ്മൾ ഒരു ദിവസം കാണാണ്ടാകുമ്പോൾ, 2 ദിവസം കാണാതെ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മിസ് ചെയ്യാന്ന് പറയാറ്, ഫീലിംഗ്. യെസ്, കാണാതെ ആകുമ്പോ അതാണ് ഈ സംഗതി. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. കാണാതെ ആകുമ്പോഴാണ് അവര് നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഫോണ്ട് ഓഫ് ലൈക്ക്, ഇഷ്ടം തോന്നുന്നത് അവിടെയാണ്. ഓക്കെ, യെസ്. അടുത്തൊരു ഫ്രേസ് ആണ്. ക്യൂരിയോസിറ്റി കിൽഡ് ദി ഡാഷ്. Curiosity
killed dash. Okay, Nikhil is the correct answer. Shifana is the correct answer. The phrase another curiosity. Okay, Ajmala, correct answer. Yes, correct answer. Very good, very good. Yes, curiosity kill the cat. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പലപ്പോഴും അത് പറഞ്ഞ് നമ്മൾ അതിന്റെ മലയാളം പറഞ്ഞിട്ട് നമ്മൾ പല ആളുകളോട് വെല്ലുവിളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത വീട് അടുത്ത സെയിംസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സംഭവം ഇതാണ്. Every dog has a dash. Okay, Sulashmi, Anna, Ajmila, Fatima, Jobi, Shifana, Nikhil is a correct answer. Every Isha correct answer. Every dog has a day. Okay. നമുക്ക് പറയാറുണ്ട് എല്ലാ നായ്ക്കും ഉണ്ടാവും ഒരു ദിവസം അല്ലേ? ഇന്ന് നിന്റെ ദിവസമാണെങ്കിൽ നാളെ എനിക്കും കിട്ടും ഒരവസരം. യെസ്. നെക്സ്റ്റ് അത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ചോദ്യം ഇതാണ്. ഗുഡ് തിങ്സ് കം ടു ദോസ് ഡാഷ്. ഗുഡ് തിങ്സ് കം ടു ദോസ് dash. Good things come to the. Okay, Lakshmi, it's the correct answer. Yes. Sringa. Jessina, Shifana, it's the correct answer. Okay. Very good. And good things come. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് to those who wait. wait. ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നവർക്കാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ക്ഷമ നേരത്തെ കുറച്ച് പേര് I don't have enough patience എന്ന് പറഞ്ഞില്ലേ? യെസ്, ക്ഷമ വേണമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. യെസ്. നെക്സ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് വരാം. അടുത്ത കേട്ട് കാണും ഇത്. The grass is always greener dash. The grass is always greener dash. Correct, Nikhil. Oh, very good. Nikhil, Shafina, Fatima, Sringa, Ajmala. Yes, Jasmina, Jessina, Tindo. Okay. Correct. On the other side. നമ്മൾ അക്കരെ പച്ച എന്ന് പറയില്ലേ, ആ സംഗതിയുടെ ഒരു മലയാളം ഇംഗ്ലീഷ് ആണിത്. യെസ്, ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ. ഇക്കരെ നോക്കുമ്പോ അക്കരെ പച്ച, അക്കരെ നോക്കുമ്പോ ഇക്കരെ പച്ച. യെസ്. നെക്സ്റ്റ്, cleanliness. CLEANLINESS is next to dash. Okay. Shifana, correct. Shifana, Fatima, Lashmi, Tindo. Okay. Sringa, correct. Godliness, correct. Yes. Okay. Very good. Jessina, Ajmila, correct. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവികത്വമാണ്. വൃത്തി. യെസ്. അടുത്തതും നമ്മൾ നേരത്തെ പറഞ്ഞ എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാചകമായിരിക്കും. ഇതാണ്. Don't bite the hand dash. Don't bite the hand dash. Okay, Shifana, Lakshmi, Isha. Yes, Jubi, Ajmala, Fatima. It's a correct answer. Yes, it's a correct answer. Very good. Yes, very good. Okay. The correct answer. Correct. Yes. Very simple. Okay. അപ്പോൾ ഞാൻ ആ ചോദ്യം അവസാനിപ്പിക്കുകയാണ്.
ഇനി ഞാൻ ഒന്ന് രണ്ട് ദീപാവലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. ദീപാവലിയുമായിട്ട്. യെസ്, മറ്റേതൊക്കെ വിട്ടോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ദീപാവലി ഓർ ദീപാവലി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ദീപാവലി ഓർ ദീപാവലി? യെസ്, ഷിഫാന കറക്റ്റ് ആണ്. പക്ഷെ ഒരു വാക്കുകൂടെ കൂടെ ചേർക്കണം. റോ ഓഫ് ലൈറ്റ്, ROW, റോ ഓഫ് ലൈറ്റ് ആണ് കറക്റ്റ്. റോ ഓഫ് ലൈറ്റ്. യെസ്, celebration of light, the row of light. Yes. Next question. Which language does the word Deepavali come from? ഏത് ഭാഷയിൽ നിന്നാണ് ഈ വേർഡ് വരുന്നത്? ഓക്കെ നിഖിൽ, നിഖിൽ ജസീന ഹിന്ദി അല്ല, സംസ്കൃത് ആണ്. ഓക്കെ 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 ഷിഫീന സിംഗ കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്, സംസ്കൃത് ആണ്. അടുത്തത്, വാട്ട് ഈസ് ദി തീം, THEME, തീം ഓഫ് ദ ഫെസ്റ്റിവൽ ദീപാവലി ഓർ ദീപാവലി? വാട്ട് ഈസ് ദി തീം ഓഫ് ദ ഫെസ്റ്റിവൽ ദീപാവലി? അജ്മല ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? ഗുഡ് ഓർ ഈവിൾ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഗുഡ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് പറയാം? ലൈറ്റ് എന്ന് പറയാം. ഓക്കെ ശ്രീജ, കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് ദ വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്. വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്, അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ്. അപ്പോ അടുത്ത ചോദ്യം. ഓക്കെ 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 നിഖിൽ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ നെയിം ആണ് വേണ്ടത്. വാട്ട് ആർ ദ ലാംപ്സ്, LAMPS, that we light during Diwali is called? ദീപാവലിക്ക് നമുക്ക് കത്തിക്കുന്ന ലൈറ്റ് ഇല്ലേ, ഇതിന്റെ നെയിം ആണ്, അതിന്റെ പേര് പറയും. What is the name of the lamp that we light during Diwali? ശരിയാതല്ല, ഓക്കെ നിഖിൽ, കറക്റ്റ് ആൻസർ. ഷിഫാന കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് കോൾഡ് ദിയ. അതിന്റെ പേരെന്താണ്? ദിയ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, പീപ്പിൾ ഡെക്കറേറ്റ് their houses with patterns of colors. ദീപാവലിക്കുള്ള സമയമാണ്. People decorate their houses with the patterns of colors. What is it called? അല്ല നിഖിൽ, വേറൊരു പേരില്ല. ജൂബി ഇസ് എ റൈറ്റ് ആൻസർ. അപ്പൊ ആദ്യം പറയുന്നത് ജൂബി, ടിൻഡോ, ശൃംഗ ഇസ് എ റൈറ്റ് ആൻസർ. എന്റെ പേരെന്താണ്? അതിന് ഭവനങ്ങൾ കളറുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിന് പറയുന്ന പേര് രംഗോലി. അത് ആ പേരുള്ള ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. രംഗോലി മീൻസ് ഇറ്റ് ഇസ് എ ഹൗസസ് ഡെക്കറേറ്റഡ് വിത്ത് പാറ്റേൺ ഓഫ് കളേഴ്സ് ഡ്യൂറിംഗ് ദീപാവലി. കളർഫുൾ. ഓക്കെ ഷിഫാന, രംഗോലിയാണ് അതിന്റെ പേര്, രംഗോലി. യെസ്. ഹൗ മെനി ഡേയ്സ് Diwali is celebrated? How many days is Diwali celebrated? Sringa, Shifana, Fatima. Okay. Correct, Anna. Isha, correct, Anna. It is celebrated for 5 days. 5 days. Okay, it's the correct answer. Next question is, what is the most common sweet, SWEET, sweet distributed in Deepavali? What is the common sweet distributed in Diwali?
Okay, Sringa, Jubi, Nikhil, Hanna, Shamina, Jasina, Absila. Okay. Okay. Nikhil, correct. That sweet is called Laddu. Yes, correct. Yes. Next question. In which part of India? Diwali is celebrated as Kali Puja? In which part of India Diwali is celebrated as Kali Puja? Yes, be correct. അങ്ങനെയൊക്കെയാണ് കറക്റ്റ് പേര് അതല്ല കേരളത്തിലല്ല. Okay, Lakshmi, you are right. West Bengal. Fatima, correct ആണ്. West Bengal ആണ്. West Bengal. Okay. Isha, correct answer. West Bengal. Yes, correct. Next question. Okay. Next question. What do the families often buy, buy, to symbolize prosperity? ഈ ദീപാവലി സമയത്ത് what do the families often buy, buy, to symbolize prosperity? Yes, Tinto is the correct answer. Yes. The answer is gold. Okay, Sringa, correct answer. അതൊരു പ്രോസ്പെരിറ്റിയുടെ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗോൾഡ് വാങ്ങുന്നത്. യെസ്, വെരി ഗുഡ്. ഒരു ചോദ്യം കൂടി, വിച്ച് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു. വാട്ട് ഈസ് ദി ഓയിൽ, oil traditionally used in diyas? ദിയ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞു, ലാമ്പിന്റെ പേരാണ്. What is the oil traditionally used in diyas? നമ്മുടെ നാട്ടിൽ ട്രഡീഷണലി യൂസ്ഡ്. എന്താണ് എന്റെ സ്ത്രീക്ക് എങ്ങനെയൊക്കെ പറയണേ, വിളക്ക് എത്തിക്കാനല്ലേ? യെസ്, വാട്ട് ഈസ് ദി, അതൊന്നുമല്ല, വേറൊരു പേരുണ്ട്, നോക്കിയിട്ടല്ല. യെസ്, വേറൊരു പേര്, ഗിയല്ല. What is the oil traditionally used in diyas? Okay, Shifana, you are right. It's correct. Tinto is correct. Mustard oil. Yes, that is the traditional used oil in diyas. Diyas ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഓയിൽ ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടില് ഇഷ്ടമുള്ള നേരത്തെ പറഞ്ഞ പോലെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഇതുപോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കും. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐ ഡോണ്ട് ഹാവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആ ബാലൻസ് ഉള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, however your participation, your involvement in the class, that was super. We will meet in the next class next week. Okay, bye. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay, welcome. Yes.